മൂസയ്ക്ക് അവിടെ പോയി കിടക്കണേ എന്റെ ഫോണ് കണങ്ങ് അടിച്ചിട്ട് കിട്ടണില്ല. ആ പെണ്ണിന്റെ തണ്ട അവിടെ കാത്തിക്കാണ്. പെട്ടെന്ന് പോണാണ്. എന്റെ ഫോണിനെ ചെറിയ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അടിച്ചിട്ട് കിട്ടാത്തത്. എല്ലാ ഈ പെണ്ണെങ്കിലും എനിക്ക് ശരിയാവുമോ? ഒരുപാട് പെണ്ണ് ഞാൻ കണ്ടതാണ്. പോയി കണ്ടാലല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. വാ കാക്ക, വെങ്കട്ടേരൻ പുതിയാപ്പിളിനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊറേ നേരമല്ല, കാണുന്നില്ലല്ലോ ഇപ്പൊ ഇത്. ആ പെങ്കട്ടേരൻ പുതിയാപ്പിൾ വരണ ഓഫല ജോണോട് വേറെ റെഡി ആയിക്കാൻ പറയടാ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. കേറിയിരിക്കും നിങ്ങൾ. ഇജെന്താ നിക്കണ ഇവിടെ ഇരിക്കേ? നിങ്ങളെ നിക്കണേ? ഇവിടെ അല്ല ഞാൻ ഇരിക്കണില്ല. ഇരിക്കേ. അല്ല ഞാൻ ഇരിക്കണില്ല ചേട്ടാ. അന്റെ വലിയ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാ? ഒന്നുമില്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇരിക്കേ, ഞാൻ അവളോട് വെള്ളമായിട്ട് വരാൻ വേണ്ടി പറയട്ടാ. ഇജെന്താ ഇങ്ങനെ നിക്കണ? ഇവിടെ ഇരിക്കേ. ഇവിടെ എന്റെ മുട പൊട്ടിയിരിക്കണ്. ഇജെന്താ കോഴിമുട കുണ്ടിലോട്ട് വെച്ചാൽ നടക്കുന്നത്? എല്ലാ ചെറിയൊരു മുട ഉണ്ട് കുടിലോട്ട്, അത് പൊട്ടിയതാ. എന്തൊക്കെ ചോര വെള്ളൊക്കെ റെഡി ആയിക്കണേ. എനിക്ക് എണീക്കാൻ പറ്റില്ല കാക്ക. നീ എണീക്കാൻ പറയുമ്പോ എണീക്കണില്ല, ഇരിക്കാൻ പറയുമ്പോ ഇരിക്കുന്നില്ല. എന്റെ പുതിയപ്പോൾ ഞാനാ ഞാൻ എണീക്കൂല. എന്റെ കൈമ ചോര. ഇങ്ങനെ മൂലത്തിന്റെ അസുഖം ഉണ്ടല്ല, ആദ്യം അത് കാണിച്ചിട്ട് വരെ. പുതിയപ്പിൾക്ക് മൂലത്തിന്റെ അസുഖം ഉണ്ടല്ലേ? ഞാനും അതിപ്പോഴാ അറിയണുള്ളൂ. ആദ്യം പുതിയാപ്പിളിന്റെ മൂലക്കുരു ചികിത്സിച്ചിട്ട് വരും, എന്നിട്ട് എന്റെ പെണ്ണ് ഞാൻ കൊടുക്കുള്ളൂ. പണ്ട് എനിക്കും ഉണ്ടായിരുന്നു മൂലക്കുരു. ഞാൻ ഇതുപോലെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിട്ടാ മാറിയത്. അതിനിപ്പോ പറ്റിയ നല്ല ഡോക്ടർമാരിപ്പോ അവിടെ ഉള്ളത്. കൊടിഞ്ഞി സെൻട്രൽ ബസാറിലെ ഒരു ഹോമിയോ ക്ലിനിക്ക് വന്നതാണ്. അവിടെ ഡോക്ടർ ഗൗതം ശങ്കർ ഉണ്ട്. അതിനെ കണ്ടിട്ട് എന്റെ രോഗം മാറിയത്. എന്നായിക്കോട്ടെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തായിരുന്നു അസുഖം? എനിക്ക് മൂലക്കുരുന്ന സോക്കടാന്ന് 2 മാസമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ കുരു പൊട്ടിയിട്ട് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണാണാൻ പോയിടത്തൊന്നും ഇരുന്നപ്പോ പെട്ടെന്ന് കുരു പൊട്ടി ചോര വന്ന്. അപ്പൊ അവിടുന്ന് ആ വീട്ടുകാർ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഡോക്ടറെ പോയി കാണിച്ചാൽ എല്ലാം ശരിയാവുന്നു. ഈ പ്രശ്നം പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇത് ഇപ്പൊ എല്ലാവർക്കും സ്ഥിരമായിട്ട് പുറത്തു വരാൻ പറ്റാത്തൊരു രോഗാവസ്ഥയാണ്. ഇതിന് ഹോമിയോപ്പതിയിൽ പാർശ്വഫലങ്ങൾ ഇല്ലാതെ നമുക്ക് ഈ അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ചിലർക്ക് ചോര വരുന്ന ഹെമറോയിഡ്സ് പോലത്തെ സാധനങ്ങളുണ്ട്, ചിലർക്ക് ചോര വരില്ല, ചിലർക്ക് ഇത് പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കും, ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ഉള്ളിൽ തന്നെ മോഷനൊക്കെ പോകുമ്പോൾ വേദനയും കാര്യങ്ങളൊക്കെ